സലാമേ. ആ എന്നെത്തി. ഞാൻ 2 ദിവസമായി. ആ ശരിയാ. പിന്നെന്താ വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ എന്താണ്, നാട്ടിൽ തന്നെയാണോ? ആ ഞാൻ നാട്ടിൽ തന്നെ. ഞാൻ അങ്ങനെ പോണ്, പരിപാടിയൊക്കെ പോണ്, കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ. ശരി ശരി. സലാമേ, നമ്മളെ ബാബു അല്ലേ പോയത്? ആടാ, നമ്മളെ ബാബു തന്നെ. അവന്റെ കാര്യമൊന്നും പറയണ്ട പോയി. അവന് നല്ല പണിയുണ്ട്, ഡെയിലി നല്ല പൈസയും കിട്ടുന്നുണ്ട്. ആ വീടെത്തുമ്പോഴത്തേനും, പണി കഴിഞ്ഞ് വീടെത്തുമ്പോഴത്തേനും ആ പൈസ ഫുള്ള് തീരും. അത് 2-3 പെൺപിള്ളേരാണ്. എന്താ പറയാ, ആരോഗ്യം നമുക്ക് ഒരു മാതിരിയാകും. അവന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം. എന്താ പറയാ ചെയ്യാ, അല്ലടാ ഇപ്പം വീട്ടിലൊന്നും കൊടുക്കില്ലേ? അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നത്? 10 പൈസ വീട്ടിൽ കൊടുക്കില്ല. ആ പെണ്ണ് പാവം കടയിൽ പോണ്ട്, അതുകൊണ്ട് കിട്ടിയിട്ട് അവർ ജീവിച്ചു പോണ്. കാര്യം വളരെ കഷ്ടം. എന്താ ചെയ്യാ, ഇപ്പൊ അവന്റെ കള്ളുടി കാരണം ആ കുടുംബത്തിന്റെ കാര്യം വളരെ ദയനീയാവസ്ഥയായി പോയി. എന്താ ചെയ്യാ, ഓരോരുത്തരുടെ വിധിയാണ് അത്. ഇതുപോലത്തെ കള്ളുടിയന്മാരെ കാരണേ ഒരുപാട് കുടുംബങ്ങള് കഷ്ടപ്പെടുന്നുണ്ട്. നേ പോട്ടെ ശുക്കൂറെ. വീട്ടിൽ കയറിയിട്ട് പോവാ. പിന്നെന്താണ് നമ്മളെ ഷംസുക്കാട് വിവരം വല്ലതും അറിയാറുണ്ടോ? ഷംസുക്കാട് വിവരങ്ങള്? ഷംസുക്കാടെ ഞാൻ കുറച്ച് ദിവസം കണ്ടിട്ട്. എന്തായാലും നാളെ ഒന്ന് കാണണേ ഷംസുഖാനെ. ആ ഷംസുഖ, ഈ എവിടെ ഉണ്ടോ? കുറെ കാലയല്ലോ കണ്ടിട്ട്. ആ ഞാനേ വീട്ടിൽ പോയിണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറമ്പിലേക്ക് പോകുന്നു പറഞ്ഞേ. പറമ്പൊക്കെ എടുക്കണില്ലേ? ആകെ കച്ചറയും പുല്ലും. അപ്പൊ അതിന് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഒന്ന് വൃത്തിയായിക്കണം. അപ്പൊ ഒന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് വന്നാണ്. നല്ലോണം പുല്ല് ഇറങ്ങിണ്ട്. ആ ഉണ്ട്, കണ്ടില്ലേ? എന്ത് സ്ഥലമേ പ്രത്യേകിച്ച്? ഞാൻ വന്നതേ ഷംസുഖ, എന്റെ കടയുടെ ഉദ്ഘാടനമാണ് നാളെ 10 മണിക്ക്. അപ്പൊ നിങ്ങളോട് വരണം. ഇൻഷാല്ലാ നാളെ 10 മണിക്കല്ലേ? അതെ, നാളെ മറ്റന്നാളാ? നാളെ രാവിലെ നാളെ 10 മണിക്ക് ഇൻഷാല്ലാ ഞാൻ അവിടെ എത്തും. ശരിട്ടാ. ആ പിന്നൊരു കാര്യം ഷംസുഖ, നമ്മളെ ബാബുല്ലേ നിങ്ങളുടെ അടുത്തുള്ള, അവന്റെ ഒരു കോലം കണ്ടെങ്ക വെള്ളടിച്ചിട്ട് കിട്ടിയ പൈസക്കൊക്കെ വെള്ളടിയാണ്. ഇപ്പൊ ആ പെണ്ണും തെറ്റിപ്പോയി തരാ വീട്ടിൽ നിന്ന്. അവളും കുട്ടികളും തെറ്റിപ്പോയാ? ഞാൻ അവനെ കുറെ കാലമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് നടക്കാം. അവൻ എന്നെ കാണുമ്പോൾ മുങ്ങി കളിക്കണമാണോ എനിക്കറിയില്ല. കുറച്ച് അവനൊന്ന് കണ്ടു കിട്ടണേ. അവൻ എന്താ പറയാ, എല്ലാവരും പറയുന്നുണ്ട് അവനെ പറ്റി. പക്ഷെ ആളെ കണ്ട് കിട്ടിയിട്ടില്ല എന്റെ കയ്യിൽ. ശരി. ബാബു ഇങ്ങോട്ട് അന്നെ നോക്കിയിട്ട് ഞാൻ നടന്നായിരുന്നു. ഇങ്ങോട്ട് എൻ്റെ ഈ കള്ളുകൂടി കൊണ്ടല്ലേ ആ കുട്ടിയും ആ പെണ്ണും അവിടുന്ന് പോയത്, വീട്ടിൽ നിന്ന് പോയത്. ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കണതും ആ സന്തോഷം കെടുത്തണതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് മേലിൽ ഇനി കുടിക്കാതെ ആ കുട്ടികളെയും ഭാര്യനായിട്ട് നല്ല നിലക്ക് ജീവിച്ച് കാണിക്കുക. ഈ നാട്ടുകാരൊന്ന് പറയട്ടെ, അവരൊന്ന് കാണട്ടെ എൻ്റെ നല്ല കോലം. പറഞ്ഞു മനസ്സിലായില്ലേ? എന്നിട്ട് ഇൻഷാല്ലാ ഞാൻ ഇനി കാണുമ്പോൾ എന്നെ നല്ല നിലക്കേ കാണാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഷംസുഖ പറയണ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇല്ല ഷംസുഖ, ഞാൻ കുടിക്കൂല. എന്റെ ഭാര്യ മക്കളായിട്ട് ജീവിച്ചാൽ മതി. ഞാൻ കുടിക്കൂല ഷംസുഖ. ഇതുവരെക്കും എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ കുടിക്കൂല, സത്യം. ഞാൻ എന്റെ ഭാര്യ മക്കളായിട്ട് ജീവിച്ചോളാം. ആ ബാബുവാ, ഇയേ നല്ല നിലക്ക് ജീവിക്ക്. ആ കുട്ടികളൊക്കെ വിളിച്ചോടുന്ന് സന്തോഷമായിട്ട് ജീവിക്ക്. എനിക്ക് എൻ്റെ വാക്ക് കേട്ടിട്ട് എനിക്ക് സന്തോഷമായി. മനസ്സില്ല ഇപ്പൊ
പടച്ചോനെ നന്നാക്കി കൊടുക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാ, സന്തോഷം ഇല്ലാതാക്കുന്നതും നമ്മൾ തന്നെയാ. എന്താ ബാബു വിശേഷങ്ങളൊക്കെ സുഖല്ലേ? നല്ല സുഖം. ഇന്ന് പണിക്കൊന്നും പോയില്ലേ? പണിണ്ടായിരുന്നു. ഉച്ചവരെയുള്ളന്ന് പണി. ആഹാ, ഉച്ചയ്ക്ക് ശേഷം ഭാര്യനും മക്കളൊക്കെ ആയിട്ട് കടലാണ് പോയിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓട്ടെ ഓക്കെ ഓട്ടെട്ടാ. ഓക്കേട്ടാ. വർഗീസേട്ടനെ പോയാളെ മനസ്സിലായ? ആ ചങ്ങായിയല്ലേ കള്ളു കുടിച്ചിട്ട് പലപ്പോഴും നടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അയാളെ കണ്ടപ്പോ ദിശ തോന്നി എനിക്ക്. കള്ള് കുടിക്കല്ല, കള്ളിൽ കുളിച്ചിരുന്ന ആളാണത്. ഭാര്യയും മക്കളെ നോക്കാതെ കള്ള് കുടിച്ച് നടന്നിരുന്ന പയ്യനാണത്. പറഞ്ഞത് കേട്ടാ, ഭാര്യയും മക്കളുമായിട്ട് കടലാണാൻ പോകുന്നത്. ആ കേൾക്കുമ്പോ നമുക്ക് എന്തൊരു സന്തോഷല്ലേ. അവന്റെ മാറ്റം ആ കുടുംബം രക്ഷപ്പെട്ടുല്ലോ. ഇപ്പൊ കള്ളുകൂടിയില്ല, ഒന്നുമില്ല. ഇപ്പൊ ജോലി, കുടുംബം, നല്ല സന്തോഷത്തോടെയാണ് ഇപ്പൊ ജീവിക്കുന്നത്. ആളുണ്ട് നന്നായി ഇപ്പൊ.